വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഡി പിന്നിൽ നിന്നും ടീന വന്ന് തട്ടി വിളിക്കുമ്പോഴാണ് പിന്നെ മിത്ര തിരിഞ്ഞു നോക്കുന്നത്. താൻ നേരത്തെ വന്നിട്ടില്ലെന്നറിഞ്ഞുള്ള അവിടെ ആശ്വാസവും ആഹ്ലാദവുമെല്ലാം ആ മുഖത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ മിത്രയ്ക്ക് ചിരി വന്നു. ഇന്നേരം വരെയും ഞാൻ എൻ്റെ ചെക്കൻ്റെ നെഞ്ചിന്റെ ചൂടിലായിരുന്നു എന്ന് ഇവളുണ്ടോ അറിയുന്നു. പോയാലെന്നാ? കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവിടുന്ന് പോകാനായിരുന്നു മിത്രയ്ക്ക് താല്പര്യം. ഒരു കോഫി കുടിച്ചാലോ? ടീന അവിടെ നോക്കി ചോദിച്ചു. നിനക്ക് വേണമെങ്കിൽ. മിത്രക്ക് അതിനൊന്നും തോന്നിയില്ല. നിനക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. ടീന അങ്ങനെ പറഞ്ഞിട്ടും മിത്ര പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ടീനെ അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മങ്ങലുണ്ട് പിന്നെ അവളുടെ മുഖത്തും. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? നാളെ കോളേജിലുള്ളതാ. ഇന്നേക്കുള്ള ഫുഡൊക്കെ ലിസിയാൻറ്റി തന്നു വിട്ടിട്ടുണ്ട്. ഇനി വേണ്ട, നമുക്ക് സാവധാനം വന്ന് വാങ്ങിക്കാം. നീ പോ, വീട്ടിൽ പോവാം. അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുമ്പോഴും മിത്രയുടെ കണ്ണുകൾ വിശ്വയെ തിരയുന്നുണ്ട്. അവന് ഇവിടെ എവിടെയോ ഉണ്ടെന്നും തന്നെയും ടീനെയും കാണുന്നുണ്ടെന്നൊക്കെ മിത്രക്ക് തോന്നുന്നുണ്ട്. അത് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ട് മിത്ര സ്കൂട്ടിയുമായി സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം തന്നെ അവളെ കാത്തുന്ന പോലെ റോഡരികിൽ പാർക്ക് ചെയ്ത വിശ്വയുടെ കാറ് കണ്ടു. ടീനക്ക് അത് മനസ്സിലായില്ലെങ്കിലും വീട്ടിലേക്കുള്ള വഴി തിരിയും വരെയും അവനൊരു നിശ്ചിത അകലമിട്ടുകൊണ്ട് അവൾക്കൊരു കാവൽ പോലെ പിറകെ ഉണ്ടായിരുന്നു. ടീനക്ക് സംശയം തോന്നിരുന്നു കരുതിയാവും പുറകെ വരാഞ്ഞെന്ന് മിത്രക്ക് തോന്നി. എന്നാൽ അവിടെ വരെ അവന്റെ സാന്നിധ്യം ഉണ്ടായതും അവളെ സന്തോഷത്തിലാക്കി. തങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചില്ലെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയോ അതോ വിഷയെക്കുറിച്ച് ഡെന്നീസിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവനും താനുമായുള്ള റിലേഷനെ കുറിച്ച് ഭയക്കേണ്ടെന്ന് തോന്നിയിട്ടോ, അതുമല്ലെങ്കിൽ ഡെന്നീസിനെ അവനെ വിളിച്ച് വിലക്കുമെന്ന് തോന്നിയിട്ടോ. എന്നാലും ടീന വന്ന മുതലേ ഉത്സാഹത്തിലാണ്. മിത്ര എന്നാൽ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. ടീനക്കും ആ താല്പര്യമില്ലായ്മ മനസ്സിലായിട്ടും അവൾ അതറിഞ്ഞ ഭാവമേ കാണിക്കുന്നില്ല. വീട്ടിലെ വിശേഷങ്ങളിൽ അവൾ ചോദിക്കുന്നുണ്ട്. മിത്ര ഉത്തരവും പറയുന്നുണ്ട്. ഡെന്നീസ് അങ്കിൾ എന്തെങ്കിലും ചോദിച്ചോ? നിന്നോടെന്ന് ചോദിക്കാനുള്ള ധൈര്യം ടീനക്ക് അപ്പോഴുമില്ല. അങ്കിളിനെ വിളിച്ചിട്ടെല്ലാം പറഞ്ഞെന്ന് അഭി പറഞ്ഞ നിമിഷം മിത്രയുമായുള്ള കൂടിക്കാഴ്ചയെ ടീന ഭയന്നിരുന്നു. എന്നാൽ താനല്ല അഭിയാണെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കുക എന്നുള്ള ധാരണയിലാണ് ടീന അങ്ങോട്ട് വന്നതും. മിത്ര പക്ഷെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നേ ഇല്ലായിരുന്നു. കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം ലിസി കൊടുത്തു വിട്ടുകൊണ്ട് അതിനുള്ള ജോലിയുമില്ല രണ്ടുപേർക്കും. പെട്ടെന്ന് കിടക്കാം, നാളെ നേരത്തെ എണീക്കണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ ആദ്യം എഴുന്നേറ്റ മിത്ര തന്നെയാണ്. ടീനക്ക് പിന്നെ അതനുസരിക്കുക എന്നല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. പതിവില്ലാതെ 9 മണിയോടന്ന് അവർ കിടക്കാനൊരുങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് കയറി കിടന്നുകൊണ്ട് ധൃതിയിൽ ഫോൺ എടുത്തു. വിഷയെ വിളിക്കും മുന്നേ അവന്റെ കോൾ അവിടെ ഫോണിലേക്ക് വന്നു. വിളിക്കാൻ ഫോൺ എടുത്തേ ഉണ്ടായിരുന്നുള്ളൂ, മിത്ര കിടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം എന്റെ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി നോക്കിയിരിപ്പാവുന്നു. അതല്ലേ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ലൈറ്റ് അണയും വരെയും കാത്തിരുന്നോണ്ട് ഞാൻ വിളിച്ചത്. ശോ, അതൊക്കെ നോക്കിയിരിപ്പായിരുന്നോ? അതെ, അങ്ങോട്ട് വിളിച്ചാൽ നമ്മുടെ കെയറേസി ഇതും പറഞ്ഞിട്ട് നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കരുതി പിടിച്ചെന്നാ ഞാൻ. അവനുള്ളത് തുറന്നു പറഞ്ഞു. നിനക്കെന്നെ വിളിക്കാൻ തോന്നുന്നു വിളിച്ചോ, അതിനിപ്പോൾ അവളെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെ മറച്ചു വെക്കാൻ? ഇപ്പം എല്ലാവർക്കും അറിയില്ലേ. ആൾക്ക് ഭയമില്ല. ഉത്തരവ് മേഡം, ആടിയെന്ന് ഇനി അങ്ങനെ ഇടം വല നോക്കാതെ ചെയ്തിരിക്കും. നിനക്ക് ഭയമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത്? അതാൻ്റെ ചെക്കൻ. കഴിച്ചോ നീ? നീയോ? ഞാനും കഴിച്ചു. ലിസി ആൻറ്റി തന്നു വിട്ടുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. മുരുകൻ അവിടെ ഇല്ലേ? അകത്തെവിടെയുണ്ട്, ഫോണിലാവും. മല്ലിയാണ് വിളിക്കുന്നത്? മിത്ര ആവേശത്തിൽ ചോദിച്ചു. പക്ഷെ അതോടെ വിശ്വയുടെ ഉള്ളിൽ പിടഞ്ഞുടങ്ങി. മിത്ര മല്ലിയെക്കുറിച്ച് പറയുമ്പോൾ എത്രയൊക്കെ അടക്കി പിടിക്കാൻ ശ്രമിച്ചാലും അവന്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ട്. അവളോട് എന്റെ അന്വേഷണം പറയണ വിശ്വ. അന്ന് വിളിച്ചിട്ട് പിന്നെ അവൾ വിളിക്കാൻ പറ്റില്ല. എന്തൊരു ക്യൂട്ടാ കുട്ടി. നമ്മളിനി ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് അവൾ വിളിച്ചു തരണേ. അവനെ അങ്ങേയറ്റം നോവിച്ചുകൊണ്ടാണ് തന്റെ ഈ ആവേശം എന്നറിയാതെ മിത്ര പിന്നെ പറഞ്ഞൊക്കെ മല്ലിയെക്കുറിച്ചാണ്, അവളെ കാണാനുള്ള ആഗ്രഹത്തെക്കുറിച്ചാണ്. നീ അമ്മയെ വിളിച്ചില്ലേ വിശ്വ? പെട്ടെന്ന് മിത്ര ചോദിക്കുമ്പോൾ അവനൊന്ന് ഞെട്ടി. ഇല്ല, ഞാൻ അങ്ങനെ ദിവസമൊന്നും വിളിക്കാറില്ലേ. അതെന്താടാ അമ്മയെ വിളിക്കാൻ നീയല്ല പിന്നെ ആരാ? അതൊന്നും അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞ് തീരില്ല എൻ്റെ പെണ്ണ്. നിനക്ക് ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം പറഞ്ഞു തന്നോളാം. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഉള്ളപ്പോൾ വിലാറിയില്ല വിശ്വ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ആ മനസ്സ് പിടയുന്നത് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ടീന എന്തെങ്കിലും ചോദിച്ചു നിന്നോട്? വിഷയം മാറ്റാൻ വേണ്ടി വിശ്വ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല നീ, പക്ഷെ അവൾക്ക് ചോദിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതെങ്ങാനും ചോദിച്ചാൽ എൻ്റെ പ്രതികരണം എന്താവെന്ന് ഓർത്തുകൊണ്ട് മിണ്ടാ നിൽക്കുന്ന. പോട്ടെ, വിട്ടേക്ക്. ഇനി വെറുതെ അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. നിന്റെ കൂട്ടുകാരി പ്ലസ് കസിനല്ലേ അവള്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ ബന്ധം ഞാൻ കാരണം ഇല്ലാതായി പോകരുത്. വിശ്വ പറയും. എനിക്കെന്നെ കാണാൻ തോന്നുക. അവളാ പറഞ്ഞ സത്യമാണ്. അവനെ വിട്ടുപോകുന്ന മുതൽ എത്രയോ പ്രാവശ്യം അവൾക്ക് അത് തോന്നിയിട്ടുണ്ട്. ഒന്നുകൂടി കാണാൻ, ആ സ്നേഹം അനുഭവിക്കാൻ. തൊട്ടരികെ ഒന്ന് ഓടിപ്പോയി കാണാൻ കഴിയുന്ന ദൂരം അവനുണ്ട്. പക്ഷെ തനിക്ക് പോയി കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ശരിക്കും അവനപ്പോഴും ശരിയാണ്. ആടാ, ശരിക്കും നീ എന്നെ പ്രേമിച്ച് വഷളാക്കി, മിത്ര ഒരു പരിഭവത്തോടെ പറഞ്ഞു. നീ എന്നെയും ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അവൾക്കും ചിരി വന്നവന്റെ വർത്തമാനം കേട്ട്. അതെ, ഞാൻ മതിലിയാടി വന്നാലോ? അവനും കാണാൻ മോഹം തോന്നി.
അത് വേണോടാ? താനൊന്ന് മൂളിയാൽ അവൻ ആ നിമിഷം വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. നമുക്ക് നാളെ കാണാൻ വിശ്വ, കോളേജിൽ നിന്ന്. തൽക്കാലം അത് മതി. അവസാനം മിത്രനെ കാണാനൊരു മാർഗവും കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തു. ആ സന്തോഷത്തോടെ പരസ്പരം കാണാനുള്ള കൊതിയോടെയാണ് ആ രണ്ടുപേരും അന്ന് ഉറക്കത്തിലേക്ക് വീണുപോയത്. എന്താണ് നീ അങ്ങനെ ചോദിച്ച്? ആടെ വല്ല കുരുത്തക്കേടും കാണിച്ചിട്ടുണ്ടോ നീ? അങ്ങനെയാണല്ലോ നിനക്ക് പതിവ്. എവിടെയും നീ ഇത്ര ദിവസം അടങ്ങിക്കാറില്ല. ഇതിപ്പോ എന്തെങ്കിലും ഉടായ്പാണോ? കുസുമവലി ഒച്ചയിട്ടപ്പോൾ വിശ്വക്ക് ചിരി വന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അവൻ ആര് വിളിക്കുമ്പോൾ നിന്നെ അന്വേഷിച്ച ഒരാളിവിടെ വന്നിരുന്നു എന്നൊരു പറച്ചിൽ വിശ്വ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 3-4 ദിവസങ്ങൾക്ക് ശേഷവും അങ്ങനെയൊരു സംസാരം അവർക്കിടയിൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും അവിടെ വന്നിരുന്നു എന്ന അവന്റെ ആ ചോദ്യം. അതുവരെയുമുള്ള അനുഭവങ്ങൾ വെച്ച് കുസുമവലി അവൻ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ല. എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ? നിനക്കൊന്നും പറയാനില്ലേ ഇപ്പോ? വിശ്വ മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവർ വീണ്ടും ഒച്ചയിട്ടു. എന്റെ അമ്മേനെ ഇവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടിരുന്നു. നാട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനത് അവനോട് പറഞ്ഞിരുന്നു. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്നെ നാട് കാണാൻ പോകുന്നവൻ എന്നോട് ഉറപ്പ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചാ. എന്റെ അമ്മോ! മിത്രയുടെ പപ്പ എന്തായാലും തന്നെ അന്വേഷിച്ച് ചെല്ലാൻ സാധ്യതയുണ്ടെന്നും ചന്തമുക്ക് കോളനിയിൽ എത്തിയാൽ തീർച്ചയായും അദ്ദേഹം തന്റെ വീട്ടിൽ പോകുമെന്നും അമ്മയോട് സംസാരിക്കുമെന്നെല്ലാം അവന് ഉറപ്പുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോയോ ഇല്ലേ എന്നതിനെ കുറിച്ച് മിത്രക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആളോടുള്ള സംസാരത്തിൽ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ സംശയിക്കത്തക്ക വിധമൊന്നും അവന് കിട്ടിയതുമില്ല. നാട്ടിൽ പോയിട്ട് അദ്ദേഹം തന്നെ അന്വേഷിച്ചാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് അവന്റെ മനസ്സിൽ വ്യക്തമായിട്ടും അറിയാം. എന്നാലും വെറുതെ ഒരു ആകാംക്ഷ. മിത്രക്ക് ആ കാര്യം ഓർക്കുന്നതിന് ടെൻഷനാണെന്ന് അവൻ അറിയാം. അതുകൊണ്ട് കഴിവതും ആ കാര്യം പറയാതിരിക്കാൻ തന്നെയാണ് അവനും ശ്രമിക്കുന്നത്. ആ ആകാംക്ഷയുടെ പുറത്താണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയത്. അതിപ്പോൾ വയ്യാവേലി പിടിച്ച പോലെയാണ്. ഇനിയിപ്പോൾ ആ ചോദ്യം ചോദിച്ച് എന്താണെന്നതിനുള്ള ഒരു വ്യക്തമായ ഉത്തരം കൊടുക്കാതെ അമ്മ വിടുകയുമില്ല. വായിൽ അപ്പോൾ തോന്നിയ വിശ്വസനീയമായ ഒരു കാരണം പറയുമ്പോൾ അപ്പോഴത്തെ രക്ഷ മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. ഡെനീസ് മാത്യു അവിടെ ചെന്ന് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഈ കോലത്തിലായിരിക്കും അമ്മയുടെ സ്വഭാവം എന്നുകൂടി വിശ്വയോർത്തു. താൻ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണെന്നും അത് തന്നെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കൂടി നടത്തിക്കുമെന്നുമെല്ലാം അവന് ഉറപ്പുണ്ട്. അപ്പോഴെല്ലാം ഗൗരവത്തിന്റെ മേൽപ്പെട്ട അഴിച്ചു മാറ്റി പക്വതയുടെ മുഖംമൂടിയെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. പ്രണയത്തോടെ തന്നെ നോക്കുന്ന, പ്രണയത്തോടെ മാത്രം തന്നോട് ചിരിക്കുന്ന, പ്രണയത്തോടെ തന്നോട് സംസാരിക്കുന്ന, പ്രണയം കൊണ്ട് മാത്രം തന്നെ മനസ്സിൽ കെട്ടിയിട്ട് ഒരു പെൺകുട്ടി അവന് ഓർമ്മ വരും. എത്രമാത്രം തപിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടി ആളെ ഓർക്കുമ്പോൾ അവന്റെ ഹൃദയം തരളിതമാവും. ആളുമായി പങ്കുവച്ച പ്രണയ സലാപങ്ങളുടെയും പ്രണയ നിമിഷങ്ങളുടെയും നനുത്ത ഓർമ്മകൾ അവനെ ഒന്നാകെ കുളിരണിയിച്ചുകൊണ്ട് കടന്നുപോകും. മുന്നിലുള്ള പ്രതിസന്ധികളുടെ ആഴങ്ങളെയും പ്രശ്നങ്ങളുടെ വലിപ്പത്തെയും എല്ലാം അവനപ്പോൾ മനഃപൂർവ്വം മറന്നുകളയും. ആളെ മാത്രം ഓർക്കും. മിത്ര ഡെനീസ് മാത്യുവിനെ ഓർക്കാൻ കൂടി യോഗ്യതയില്ലാത്തവനാണ് താനെന്ന് പോലും അവനപ്പോൾ മറന്നുകളയും. സത്യാണമ്മേ, അതിനാ കാരണം, വേറൊന്നുമില്ല. പിന്നെ എനിക്ക് എന്നെ ഭയങ്കര വിശ്വസനീയ കാര്യങ്ങൾ തന്നെയായിരുന്നല്ലോ എനിക്കൊപ്പം ഉണ്ടായിരുന്ന അത്രയും നാളുകൾ നീ എന്നോട് ചെയ്തിട്ടുള്ളത്. രാവിലെ പണിക്കിറങ്ങി പോകുന്ന നിന്നെ വൈകുന്നേരം പോലീസ് ഇറങ്ങി വരുമ്പോഴല്ലേ നീ ചെയ്തു കൂട്ടിയ ഓരോ പ്രശ്നങ്ങളും ഞാൻ അറിയാറുണ്ടായിരുന്നു. അല്ലാതെ എന്തെങ്കിലും ഒരു ഉടായ്പ ചെയ്തിട്ട് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിന്നെ നീ ഇപ്പൊ എന്നോട് പറഞ്ഞ ഈ കഥയിൽ ഞാൻ വെള്ളം തൊടാൻ വിശ്വസിക്കുന്ന നീ കരുതുന്നുണ്ടോ? കുസുമവലി വിടാനുള്ള ഭാവമില്ല. എൻ്റെ അമ്മ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, അതെല്ലാം ഇനിയിപ്പോഴും പറഞ്ഞിട്ടെന്താ കാര്യം? ഞാനിപ്പോൾ പണ്ടത്തെ ആളൊന്നുമില്ല. വിശ്വ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നില്ലേ? വിശ്വക്ക് കുസുമവലിയുടെ പരിഭവം കേട്ടിട്ട് ചിരി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ചിരിച്ചാൽ അതിനു കൂടിയുള്ള ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അത്യാവശ്യം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മോനെ. ചെയ്യണല്ലോ, കാരണം ഇവിടുന്ന് നീ പോയിട്ട് 2-3 മാസങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ 1-2 പ്രാവശ്യം മാത്രമേ നീ ഇവിടെ വന്ന്. അപ്പോഴെല്ലാം അമ്മയ്ക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരവനെ കാര്യമായിട്ട് തന്നെ കളിയാക്കിയാണ്. വല്ലപ്പോഴും മാത്രമാണ് കുസുമവലി ഇങ്ങനെ മനസ്സോർന്ന് സംസാരിക്കാറുള്ളൂ. ദിവസം ഒന്നും വിളിച്ചില്ലെങ്കിലും 2 ദിവസം കൂടുമ്പോൾ വിശ്വ അവരെ വിളിച്ചാലും 1-2 വാക്കുകൾ പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കാൻ ഒരു ധൃതിയായിരുന്നു അവർക്ക് എപ്പോഴും. ഇങ്ങോട്ട് വിളിക്കുക, വിശേഷം ചോദിക്കുക എന്നുള്ളത് വളരെ അപൂർവമായ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളായിരുന്നു. ഈ ആഴ്ച ഞാൻ എന്തായാലും വരുന്നുണ്ട്, വിശ്വ പറയുമ്പോൾ ഒരു നിമിഷം മൗനമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയല്ല, നിനക്ക് അമ്മയെ വേണമെങ്കിൽ നീ വന്ന് കണ്ടിട്ട് പോകണം. നിന്നോട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഈ ലോകത്ത് സ്വന്തമായിട്ടുള്ളൂ. അവനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ആ വാക്കുകളുടെ പിന്നിലെ വേദനകളുടെ ആഴം വിശ്വക്കത് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. എനിക്കറിയാമേ, എല്ലാ ആഴ്ചയിലും അങ്ങോട്ട് വന്നിട്ട് എനിക്ക് അമ്മയെ കാണാൻ കൊതിയില്ലായിട്ടൊന്നുമില്ല. ഞാനിവിടെ പുതിയൊരു ബിസിനസ്സിൻ്റെ തിരക്കില്ല. ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ, മറ്റൊരു നാടല്ലേ ഇത്. നമ്മുടെ നാടൊന്നുമില്ലല്ലോ. ഒന്ന് കാലിടറിയ ആ സ്ഥാനത്തേക്ക് വലിഞ്ഞേറാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിലല്ലേ ഞാൻ നാട്ടിലേക്ക് വന്നാൽ എനിക്ക് പകരമായിട്ട് ഇവിടെ അത്രയും കാര്യക്ഷമതയോടെ ചെയ്യാൻ മുരുകനെ കൊണ്ട് പറ്റില്ലെന്ന് നമുക്കറിയാലോ. അല്ലാതെ അമ്മയെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അമ്മയോടൊപ്പം താമസിക്കാൻ ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല ഞാൻ വരാതിരുന്നത്. എനിക്കറിയാടാ, ഞാനൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ലെന്ന പോലെ അവരാ കോള് കെട്ടിയാൻ മുരുകയാണെന്ന് വിശ്വക്ക് മനസ്സിലായി. എപ്പോഴും പറയുന്നതിന് എനിക്ക് നിന്നോട് ഇപ്പോഴും പറയാനുള്ളൂ, ഇനി നീയായിട്ടൊരു പ്രശ്നത്തിനും പോവരുത്.
നിനക്കുള്ള നല്ല അന്തസ്സായിട്ട് ആണുങ്ങൾ ചെയ്യുന്ന പോലെ നേർക്ക് നേർന്നിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കണം. ചതിയും കള്ളവും കൊണ്ടൊന്നും പിടിച്ചു പറിക്കാനോ നേടിയെടുക്കാനോ ശ്രമിക്കരുത്. നിനക്കുള്ള കൂടി നഷ്ടപ്പെടുത്താനേ അതെല്ലാം ഉപകരിക്കുകയുള്ളൂ. അവരോടൊരക്ഷരം തിരിച്ചു പറയാൻ കഴിയാത്ത അത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് അവരവനെ ആ വാക്കുകൾ കൊണ്ട് തള്ളിയിട്ടത്. എന്നാ ഞാൻ ഫോൺ വെക്കുക, നീ നിന്റെ സൗകര്യം പോലെ പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ ആ സംഭാഷണം അവസാനിപ്പിച്ചു പോയത് വിശ്വക്കൊരു അനുഗ്രഹമായി മാറുകയായിരുന്നപ്പോൾ. ആരെയും ചതിക്കരുത്, ചതി കൂടി ഒന്നും നേടിയെടുക്കാനും ശ്രമിക്കരുത്. അത് നിലനിൽക്കില്ല. നിനക്കുള്ള കൂടി നഷ്ടപ്പെടാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അവരാ കോൾ അവസാനിപ്പിച്ചു പോയിട്ടും ആ വാക്കുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടും വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്ന അവനെ കുത്തിക്കീറാനെന്ന പോലെ. നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നല്ലേ മിത്ര, എന്നിട്ട് പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്തവരൊന്നും പോയി തലവെച്ചു കൊടുക്കുന്നത്? ടീനയുടെ വാക്കുകളിൽ പ്രകടമായ അസംതൃപ്തി തന്നെ ഉണ്ടായിരുന്നു. മിത്രക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അതിനിത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല ടീന. നമ്മുടെ കോഴ്സിന് അത്യാവശ്യമുള്ള ഒരു സെമിനാർ, അതിനെക്കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി കോളേജിന് വേണ്ടി പോയി ഒരു പ്രബന്ധമായിട്ട് അവതരിപ്പിക്കുകയും നമ്മുടെ കോളേജിന് വേണ്ടി ഒരു പോയിന്റ് കരസ്ഥാക്കുകയും ചെയ്യുന്നത് എങ്ങനെയൊരു തെറ്റാവുന്നത്? എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത്. 2 ദിവസത്തെ പരിപാടിയിലുള്ളൂ. ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ട് അറിയിക്കുന്നല്ലേ പറഞ്ഞ്. പോയാൽ എന്തായാലും അതിൽ വിജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതേ ഒരു വിഷയത്തിൽ ഞാൻ മുമ്പ് പഠിച്ചിരുന്നിടത്ത് ഒരു വിഷയം പ്രബന്ധമായിട്ട് അവതരിപ്പിച്ചതിന് എനിക്കായിരുന്നു ടോപ്പ് സ്കോർ. മിത്ര വളരെ ആവേശത്തിലാണ്. പക്ഷേ അതൊന്നും ടീനയ്ക്ക് ഇഷ്ടമാവുന്നില്ല. എങ്കിലും അതിൽ കൂടുതൽ മിത്രയോടൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ടുള്ളൊരു വിമിഷ്ടം ടീനയുടെ മുഖത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് മാത്രമാണ് ടീനയുടെ മനസ്സിലുള്ളത്. അവർ പഠിക്കാൻ തിരഞ്ഞെടുത്ത കോഴ്സ് സംബന്ധിച്ച് ഒരു സെമിനാർ മത്സരം നടക്കുന്നുണ്ടെന്നും ഈ കോളേജിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്നുമെല്ലാമുള്ള അവരുടെ ക്ലാസ് ടീച്ചറുടെ വാക്കുകൾ. അത് കേട്ട ഉടനെ മിത്ര ചാടിക്കേറി ഞാൻ റെഡിയാണെന്നും എനിക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞിട്ട് പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോഴൊന്നും പറയാൻ കഴിയാതെ നിസ്സഹായതോടെ ഇരുന്ന ടീന പുറത്തിറങ്ങിയ നിമിഷം അവൾ ആദ്യം അതിനെ എതിർക്കാനാണ് ശ്രമിച്ചത്. കോളേജിന് വേണ്ടി അത് ചെയ്യുക എന്നതും അതിൽ കോളേജിനെ പ്രതിനിധീകരിച്ച് വിജയായി തിരിച്ചു വരിക എന്നതും അതിൽ ടോപ്പ് സ്കോർ നേടിയിട്ട് തിരിച്ചു വരും എന്നുള്ളതെല്ലാം മിത്രയുടെ സ്വപ്നമായി മാറിയിരിക്കുന്നു. ഒരു കാര്യം ആഴത്തിൽ ആലോചിച്ചുറപ്പിച്ച് അവൾ ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ അതിൽ നിന്ന് പിന്മാറ്റി കൊണ്ടുവരിക എന്നുള്ള റിസ്ക് പിടിച്ച പരിപാടിയാണെന്ന് ടീനക്കറിയാം. ഇതിപ്പോ മിത്ര കോളേജിനെ പ്രതിനിധീകരിച്ച് ഇങ്ങനെയൊരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം ഒട്ടുമിക്ക പേരും അറിഞ്ഞതും പ്രിൻസിപ്പൽ നേരിട്ട് വന്ന് അവൾ അഭിനന്ദിച്ചു എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മിത്ര പിന്മാറാനുള്ള സാധ്യത ഒട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതോടെ അതിനെക്കുറിച്ചുള്ള ഒരു സംസാരം അവർക്കിടയിൽ പിന്നെ ഉണ്ടായില്ലെങ്കിലും മിത്ര ആ സെമിനാറിന് വേണ്ടി തയ്യാറാവുന്നെല്ലാം കാണുമ്പോൾ ടീനയുടെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. മിത്രയോട് പറഞ്ഞില്ലെങ്കിൽ പോലും എബിയോടും അബിയോടും എല്ലാം അവളത് പങ്കുവെക്കുകയും ചെയ്തു. കോളേജിന് വേണ്ടിയിട്ടല്ലേ, നല്ലൊരു കാര്യമല്ലേ, അവളുടെ കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടിയല്ലേ, അവളത് നന്നായി ചെയ്യട്ടെ, നമുക്ക് കൂടി അഭിമാനമുള്ള കാര്യമല്ലേ. അവിടുന്ന് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞി പോരുമ്പോഴും ആ കോളേജിന് വേണ്ടി അത്രയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നൊരു അഭിമാനം അവളിൽ ഉണ്ടായിരിക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ നിങ്ങൾ അവളുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. എല്ലാം ഇങ്ങനെ നെഗറ്റീവായി കണ്ട് അവളുടെ വഴികളിൽ നമ്മൾ കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവൾക്ക് നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യം ഒരുപാട് കൂടാനല്ലേ അത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അവളുടെ വഴിക്ക് വിട്ടു കൊടുക്കണം. എല്ലാം സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നതുകൊണ്ടാ നമുക്ക് ഇങ്ങനെ ഒരു സംശയം. മിത്ര പറഞ്ഞ പോലെ ആ വിഷയത്തിൽ അവൾക്ക് അത് കൂടുതൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുമെന്നും കോളേജിന് വേണ്ടി വിജയിക്കാൻ സാധിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമ്മൾ അവൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. പരമാവധി അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കൂടെ ഉണ്ടാവും എന്നുള്ള ചിന്തയോളൊന്നും മറ്റൊരാൾ അത്രയും സന്തോഷമാക്കുകയില്ല. വിശ്വ അവളോട് ചെയ്യുന്നു അതുതന്നെയായിരിക്കാം. ടീനയെ തീർത്തും നിരാശയിലാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള 100 കാരണങ്ങളായിരുന്നു അബിക്കും പറയാനുണ്ടായിരുന്നത്. അവളത് പറയുമ്പോൾ അബിയും എല്ലാം മിത്രയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അവളുടെ ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായം പറയാനോ അതിനൊപ്പം അവിടെ ആ പോക്ക് ഇല്ലാതായി പോകാൻ സാധിക്കുന്ന വിധം ഒരു പ്ലാനിന് വേണ്ടി അവരെ സമീപിക്കാനും ടീനയ്ക്ക് പിന്നെ കഴിഞ്ഞില്ല. MS കോളേജിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ എന്റെ പെണ്ണിന്റെ ഈ വിജയത്തിന്റെ ലഹരി കൂടി വേണം. പോയി വിജയിച്ചിട്ട് വരൂ, നിനക്കതിന് പറ്റും. ഇങ്ങനെ ഒരു കാര്യം വിശ്വയോട് അവൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും അവളുടെ സന്തോഷം, അവളുടെ ആത്മവിശ്വാസം, അവളുടെ കഴിവ്, ഈ കാര്യങ്ങൾ മാത്രമേ അവൻ ഓർത്തതുള്ളൂ. അവൾക്കും അത് അത്രയേ വേണ്ടിയിരുന്നുള്ളൂ. കാരണം മറ്റാരും പറയുന്ന പോലെയല്ല. അവൻ പറയുമ്പോൾ അത് തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അലിഞ്ഞു ചേരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അവന്റെ ഒരു ആശീർവാദത്തിന് അവൾക്കുള്ളിൽ വലിയൊരു ആവേശത്തിരിയുണർത്താൻ സഹായകരമാവും. ആ വിഷയത്തെക്കുറിച്ച്, പ്രബന്ധത്തെക്കുറിച്ച് അവൾ സ്വയം തയ്യാറാക്കിയ സെമിനാറും പ്രബന്ധവും അവന് മുന്നിൽ യാതൊരു മടിയുമില്ലാതെ അവതരിപ്പിക്കുമ്പോഴും അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് വാചാലമാവുമ്പോഴെല്ലാം യാതൊരു മടിയുമില്ലാതെ അവളെ കേട്ടിരുന്നുകൊണ്ട് വിശ്വ അവൾക്ക് കൂട്ടിയിരുന്നു. കേട്ടിരിപ്പ് തന്നെയല്ലേ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കൂട്ടിരിപ്പ്. ആ മാസം 15-ാം തീയതിയാണ് സെമിനാർ അവതരിപ്പിക്കാനുള്ള ഡേറ്റ് മിത്രയ്ക്ക് കിട്ടിയത്. അന്ന് തന്നെയാണ് അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വന്നതും. എന്നാലും ആ സെമിനാർ അവതരിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് മിത്രയ്ക്ക് വേണ്ടി ആ എക്സാം പിന്നീട് ചെയ്യാമെന്ന്
ആ ഡേറ്റ് തന്നെ മാറ്റം വരുത്താൻ അതിൽ തന്നെ പോവാമെന്നും കോളേജിലെ മൊത്തം തീരുമാനമായിരുന്നു. മിത്രക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ ടീനയുടെ കാര്യമായിരുന്നു കഷ്ടത്തിലായിരുന്നു. ഡേറ്റ് എന്ന് കിട്ടിയാലും മിത്രക്കൊപ്പം അവളും കൂടി പോകുമെന്നായിരുന്നു അതുവരെയും ടീനയുടെ ഏക ആശ്വാസം. എന്നാൽ ഇപ്പോൾ അതാണ് ഇല്ലാതായിരിക്കുന്നത്. ടീനക്ക് നഷ്ടപ്പെടുന്ന എക്സാം എഴുതാൻ വീണ്ടും ഒരു അവസരം കൂടി കിട്ടുമ്പോൾ മറ്റാർക്കും അതൊരിക്കൽ കൂടി അനുവദിച്ച് കിട്ടുകയില്ല. അതിനാൽ തന്നെ എക്സാം കളഞ്ഞിട്ട് മിത്രയുടെ കൂടെ പോകുമെന്നുള്ള കാര്യം നടക്കാനും സാധ്യതയില്ല. കോളേജിൽ നിന്നൊരു ടീച്ചർ ഒപ്പം പോകാമെന്നുള്ള ധാരണയായതോടെ ടീനക്കൽപ്പം ആശ്വാസം തോന്നിയിരുന്നു. ആളുടെ കൂടെ ഈ പേരും പറഞ്ഞിട്ട് വിശ്വങ്ങാനും പോകുമെന്നായിരുന്നു ടീനയുടെ ഭയമത്രയും. എന്തായാലും തനിക്ക് പോവാനായില്ല. അതുപോലെ തന്നെ വിശ്വക്കും അവൾക്കൊപ്പം പോകാൻ കഴിയില്ലെന്നുള്ള ആശ്വാസം അവളെ കുറച്ചൊന്നുമല്ല സമാധാനപ്പെടുത്തിയത്. പക്ഷെ ആ സമാധാനത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 15-ാം തീയതി രാവിലെ കൂടെ പോകാമെന്നേറ്റ ടീച്ചറിനെ സ്കൂട്ടിൽ നിന്ന് വീണ് ചെറിയൊരു അപകടം പറ്റിക്കൊണ്ട് മിത്രക്ക് ഒറ്റയ്ക്ക് പോവേണ്ടി വന്നു വിശ്വക്കൊപ്പം. ഇതിപ്പോ വേണ്ടാത്തൊരു പണിയെടുത്ത് വേലി കിടക്കുന്ന പാമ്പിനെ തോലെടുത്ത് വെച്ച പോലെയായി. പിറ്റേന്ന് അതിരാവിലെ തന്നെ പോകാനുള്ള ഒരുക്കത്തിലായിരുന്ന മിത്രയെ നോക്കി അപ്പോഴും തീരാത്ത കലിപ്പോടെ, എന്നാൽ കലിപ്പാണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു ഭാവത്തിൽ പറഞ്ഞിരിപ്പുണ്ട് ടീന. നോക്ക് ടീന, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു, പാമ്പ് വയ്യാവലിയെന്നൊക്കെ തോന്നുന്ന നിനക്ക് മാത്രം. എനിക്ക് പറ്റുമെന്ന് തോന്നിയിട്ട് തന്നെയാ ഞാനിത് അപ്ലൈ ചെയ്ത്. ഞാൻ വിജയിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാ ഞാനിത് ചെയ്യാൻ തയ്യാറായത്. മിത്ര കടുപ്പത്തിൽ ഇനി അതിനെക്കുറിച്ച് നീ മിണ്ടരുത്, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെന്നൊരു ഭാവത്തിൽ പറഞ്ഞു നിർത്തി. അതൊക്കെ എനിക്കും അറിയാം, നീ എന്തായാലും അത് വിജയിച്ചു വരുന്ന എനിക്ക് ഉറപ്പുണ്ട്. അബി പറഞ്ഞ പോലെ അവളെ ഒന്ന് പുകഴ്ത്തി പറയാൻ ശ്രമിച്ചു ടീന. പക്ഷേ മിത്ര പുച്ഛത്തോടെ ചുണ്ടുകൂട്ടുകയാണ് ചെയ്ത് അവളുടെ ആ ഭാവം കണ്ടപ്പോൾ. ഇതിപ്പോ ഈ എക്സാം ഡേറ്റ് അടുപ്പിച്ചാണ് കിട്ടിയോണ്ടാ എനിക്ക്. ടീന അടവ് മാറ്റി പിടിച്ചു. അതായിരുന്നില്ല നീ ആദ്യം പറഞ്ഞു, മിത്ര ഓർമ്മിപ്പിച്ചു. ഒന്ന് വിളറിപ്പോയെങ്കിൽ ടീന അത് സമർത്ഥമായി മറച്ചു പിടിച്ചു. പിന്നെ എക്സാം അത് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് വേറെ ദിവസം സൗകര്യം ചെയ്യുന്നു പറഞ്ഞ് നീ കേട്ടതല്ലേ? ബാഗ് അടച്ചു കൂട്ടിക്കൊണ്ട് മിത്ര ചോദിച്ചു. ആ അതൊക്കെ എനിക്കറിയാം, കോളേജിന് വേണ്ടി സ്കോർ ചെയ്യാൻ പോകുന്നില്ല നീ, അപ്പൊ അതിനുള്ള സൗകര്യമായിട്ട് ഭാഗത്ത് നീ ചെയ്തു തരും. പക്ഷെ എനിക്ക് നിന്റെ കൂടെ പോരാൻ കഴിയില്ല, അതാ എനിക്ക്. മിത്ര മുഖം ചുളിച്ചു. അത് സാരില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അങ്ങനെ മടിയെന്നല്ല നിനക്കറിയാലോ, മിത്ര നിസ്സാരമായി പറഞ്ഞു. പിന്നെ മാം പറഞ്ഞത് നിനക്കും അറിയാലോ, ഈ എക്സാം അറ്റൻഡ് ചെയ്ത ഒരാൾക്കും മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തൊരു സർട്ടിഫിക്കറ്റ് ഇടാൻ സാധ്യയില്ലെന്ന്. അതുമില്ല, അങ്ങനെ സാധ്യയില്ലാത്ത ഒരാളെ പിന്നെ ക്ലാസ്സിലിരിക്കാനും സമ്മതിച്ചിരില്ലെന്ന് മിത്ര പറഞ്ഞ ടീന തലയാട്ടി സമ്മതിച്ചു. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് താനിപ്പോൾ അവൾക്കൊപ്പം പോകാതെ പിടിച്ചു നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്ത് റിസ്ക് സഹിച്ചാലും അവൾ എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും താൻ പോകുമായിരുന്നു. ഇതിപ്പോൾ ഈ എക്സാം എഴുതാനും ആ ക്ലാസ്സിലിരിക്കാനും ഈ കോഴ്സ് പൂർത്തിയാക്കിയതിന് സർട്ടിഫിക്കറ്റ് ഇട്ടാനൊന്നും തനിക്ക് മോഹമില്ല. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യാതെ തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടുമ്പോൾ മിത്രയുടെ ഒറ്റക്കാവും. 2 മാസം കൂടിയുണ്ട് ക്ലാസ്. അവൾ എന്തായാലും അത് പൂർത്തിയാക്കിയ മടങ്ങുമെന്ന് ഉറപ്പുണ്ട്. താൻ കൂടിയില്ലാത്ത 2 മാസം ആളുകളുടെ തനിച്ച്, അതും വിശ്വ ഇത്രയും തൊട്ടടുത്ത വീട്ടിലുണ്ടാകുമ്പോൾ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ലെന്നൊരു വാശി കൂടി ഉണ്ടായിരുന്നു ടീനയുടെ മനസ്സിൽ. ഞാൻ ഇറങ്ങി പോയി നന്നായിട്ട് എക്സാം എഴുതുക, എത്തിയിട്ട് വിളിക്കാൻ ഞാൻ. കൂടുതലൊന്നും പറയാതെ ബാഗ് എടുത്തുകൊണ്ട് ഫോണുമായി മിത്ര പുറത്തേക്ക് ഡോർ തുറന്നു. ആളെ തടയാൻ യാതൊരു പഴുതുമില്ലാതെ നിസ്സഹായതയോടെ ടീന നോക്കിയിരിക്കെ തന്നെ മിത്ര അവളുടെ സ്കൂട്ടിൽ കയറിക്കൊണ്ട് അവളെ നോക്കിയെന്നുകൂടി ബായ് പറഞ്ഞിട്ട് പോയി. ടീനയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവളുടെ കണ്ണുകൾ ആ കലിയോടെ തന്നെ വിശ്വയുടെ വീട് നേർക്ക് പാഞ്ഞു. ആളനക്കമൊന്നുമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ആ മുൻവാതിൽ, പോർച്ചിൽ കാറുമില്ല. ടീനയുടെ മനസ്സിൽ വീണ്ടും സംശയങ്ങളുടെ കടന്നൽ കൂട്ടം ഇളകി തുടങ്ങി. മിത്ര ഇനിയിപ്പോൾ വിളിച്ചിട്ട് അത് ചോദിക്കാൻ വയ്യ. കൂടെ പോകാനുള്ള ടീച്ചർ അപകടത്തെ തുടർന്ന് പിന്മാറിയപ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം, എനിക്കത് ചെയ്യാൻ കഴിയുന്ന മിത്ര അങ്ങോട്ട് കയറി പറഞ്ഞ് അവളുടെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.